എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കൂടെയുള്ളത് തങ്കമണി സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ, ഡയറക്ടർ രതീഷ് രഘുനന്ദൻ, സുദേവ് നായർ, നീതാപിള്ള. എല്ലാവർക്കും നമസ്കാരം. ദിലീപേട്ടൻ്റെ 148ാമത് സിനിമയാണ് തങ്കമണി. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട് ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചാൽ. എന്നെ സംബന്ധിച്ചപ്പോൾ എൻ്റെ ഇടവും വലിയിരിക്കുന്ന ആൾക്കാർ എനിക്ക് പുതിയ ആൾക്കാരാണ്. ഇന്നല്ല, നേരത്തെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്. കാരണം ഞങ്ങൾ ഒരുമിച്ചൊന്നും കോമ്പിനേഷൻ സിനിമകൾ എല്ലാം അങ്ങനെ അഭിനയിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് മുമ്പൊരു സിനിമയിൽ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് ഈ സിനിമയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ നീതയുടെ 4ാമത്തെ സിനിമയാണിത്. സംവിധായകൻ്റെ 2ാമത്തെ സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടുകാരായിട്ട് അഭിനയിക്കുന്ന സുദേവായി, അതുപോലെ അസീസ്, അരുൺ, ജിബിൻ ഒക്കെയാണ് ഞങ്ങൾ. ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഇതിലൂടെ. ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം 1986 നമ്മളെ കേരളക്കരയെ ആകെ വിഷമിപ്പിച്ച ഒരു നാടിനെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ശരിക്കും തങ്കമണി ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ഞാനൊക്കെ അന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ, നമ്മളെ സംബന്ധിച്ച് അന്ന് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് തങ്കമണിയൊക്കെ വളരെ ദൂരത്തിലുള്ളൊരു സ്ഥലമാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഡയറക്ടർ രതീഷ് രഘുനന്ദൻ ഈ കഥയായിട്ട് വരികയും, ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ശരിക്കും തങ്കമണി എന്ന് പറയുന്ന സംഭവം, തങ്കമണിയിലെ ആളുകൾ ഫേസ് ചെയ്ത കാര്യങ്ങളുടെ ഡെപ്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതിൽ ആബേൽ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഞങ്ങൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു റിയൽ ഇൻസിഡൻറ്റും ഫിക്ഷനും കൂടി മിക്സ്ഡാണ് ശരിക്കും സിനിമ. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഫീൽ ഉണ്ടാവാനും പാടില്ല, പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥകൾ നഷ്ടപ്പെടാനും പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് രതീഷ് ഈ കഥ പറഞ്ഞതും ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ഞാൻ നല്ലൊരു സിനിമയുടെ ഭാഗമാവുന്നു എന്നാണ് എനിക്ക്. പുതിയ കുറേ ആളുകളുടെ കൂടെ ഇതിൽ ശരിക്കും അജ്മൽ എൻ്റെ കൂടെ 2 കൺട്രീസിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നൊരു സിനിമയാണിത്. അതുപോലെ ഇതിൽ വേറൊരു നായികയുണ്ട്, പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞിട്ട്. അവർ വന്നിട്ടില്ല നമ്മുടെ കൂടെ ഇപ്പോൾ. അതുപോലെ ജോൺ വിജയ്, സമ്പത്ത് റാം, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് മനോജ് കെ ജയനാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ സിനിമയിൽ നേരത്തെ അഭിനയിച്ച ആൾക്കാരുള്ളൂ. അപ്പോൾ അതല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മ. അതിൻ്റെ ഇപ്പോൾ പോലീസ് വേഷം ചെയ്ത വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, സന്തോഷ്, രമ്യ, അല്ലേ, അങ്ങനെ കുറേ പേരുണ്ട്, കോട്ടയം രമേഷ്. ഈ സിനിമ നമുക്ക് വേറൊരു ഫീൽ ഉണ്ടാക്കുന്ന സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിയൽ ഇൻസിഡൻസിൻ്റെ സിനിമകൾ ഒരുപാട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നൊരു സമയം കൂടിയാണ് എല്ലാ ലാംഗ്വേജിലും. കാരണം അവർ കേട്ടറിഞ്ഞ കാര്യങ്ങൾ അവർ സ്ക്രീനിൽ കാണുന്നു എന്ന് പറയുന്നത്, നമ്മൾ ആ സിനിമ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഫീൽ കൂടുതൽ അനുഭവിച്ചത്. അയ്യോ പാവം, അവിടുത്തെ ആളുകൾ എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചൊരു വേറൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ സംവിധായകൻ അത്രയും എല്ലാ ആർട്ടിസ്റ്റുകളെയും നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചിരിക്കുന്നൊരു സിനിമ കൂടിയാണ്. ബാക്കി സംവിധായകൻ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. രതീഷ് ചേട്ടാ നമസ്കാരം. 2ാമത്തെ ചിത്രമാണ്. അപ്പം ആദ്യത്തെ ചിത്രം തന്നെ വലിയൊരു സിഗ്നേച്ചർ. ഉടൽ എന്നൊരു ചിത്രം പറഞ്ഞാൽ തന്നെ അറിയാം, അത്രയും പ്രേക്ഷകർക്കുള്ളിൽ തിയേറ്ററുകളിലായാലും ശരി OTT ആയാലും നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയ ഒരു ചിത്രമാണ് അത്. അപ്പോൾ അതിനുശേഷം D148 ദിലീപേട്ടനെ വെച്ചിട്ട് തങ്കമണി എന്നൊരു ചിത്രം, അതും ഒരു റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അതിന് റിസർച്ച് വേണം. കാരണം അത് റിയൽ ഇൻസിഡൻ്റ് ആണ്, പ്രേക്ഷകർ അത്രത്തോളം നോക്കിക്കാണുന്നൊരു ചിത്രമാണ്. അപ്പോൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു? ഇതിൻ്റെ പിന്നിൽ ഞാനിപ്പോൾ സിനിമയുടെ പ്രൊഡക്ഷനോ പോസ്റ്റ് പ്രൊഡക്ഷനോ പ്രീ പ്രൊഡക്ഷനോ അങ്ങനെ ഒരു സമയത്തേക്കാൾ കൂടുതൽ സമയം എടുത്ത് റിസർച്ചിന് വേണ്ടിയാണ്. ഏതാണ്ട് ഒരു 3.5 വർഷത്തോളം ഞാൻ പല ഘട്ടങ്ങളിലായി തങ്കമണിയെക്കുറിച്ച് പഠിക്കാനും, ഞാൻ അവിടെ പോയി താമസിച്ച് ഈ സംഭവം നേരിട്ട് കണ്ട തങ്കമണിയിലുള്ള ഏറെക്കുറെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്.
ആ നാട്ടിൽ നിന്ന് താമസം മാറിപ്പോയ ആളുകളെ തെരഞ്ഞുപിടിച്ച് ഫോണിലൂടെ സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകർ, അങ്ങനെ പോലീസിലുള്ള, ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു, അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ ഞാൻ ഇരട്ടയാർ, തങ്കമണിയുടെ തൊട്ടടുത്ത് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് 3.5 മാസക്കാലം താമസിച്ചാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ വലിയ നിലയിൽ സോഷ്യോ പൊളിറ്റിക്കലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവം എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും നമ്മൾ പഠിക്കണം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് സമയം എടുത്തിട്ടുണ്ട് റിസർച്ച്. ദിലീപേട്ടനെ ആ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ്? കാരണം ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കഥാപാത്രം, ഇന്ന് ചിരിപ്പിക്കാൻ ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടൊരു കഥാപാത്രമാണ് ദിലീപേട്ടൻ്റെ. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇതേപോലത്തെ ഒരു കഥാപാത്രത്തിൽ എങ്ങനെയാണ് കണ്ടത്? ഇത്ര സീരിയസ് ആയിട്ട് ആ ക്യാരക്ടറൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരു ലുക്കിലൊക്കെ കണ്ടപ്പോൾ. എങ്ങനെയാണ് ദിലീപേട്ടൻ അങ്ങനെ കണ്ടത്? നേരത്തെ പറഞ്ഞിരുന്നു ദിലീപേട്ടൻ നോക്കിക്കേ എനിക്ക് ടീച്ചർ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അത്ര ആ ലുക്കിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഒരു ഗാങ്സ്റ്റർ ലുക്കിലൊക്കെ സത്യം എനിക്ക് അത്ര വളരെ സാധാരണക്കാരനായ ഒരാളാണ്. ടീച്ചറിലെ ലുക്ക് കണ്ടപ്പോൾ ശരിക്കും വേറൊരു ലെവലിൽ പടം എന്നുള്ള എക്സ്പെക്ടേഷൻ ഓൾറെഡി ഒരു ഓഡിയൻസ് എന്ന ലെവലിൽ വേദനയാണ് അയാളുടെ മുഖത്തുള്ളത്, ഇയാളുടെ ലൈഫിൽ അനുഭവിച്ച പെയിൻ. നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ള പാവത്താനായ ഇന്ദ്രൻസേട്ടനാണ് ഉടലിലെ നിങ്ങൾ കണ്ട കുട്ടിച്ചായ. അന്ന് വരെ അങ്ങനെ പെർഫോമൻസ് സ്പേസ് കിട്ടാത്ത ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ദുർഗാകൃഷ്ണൻ. അയാളാണ് ഇതിൽ ഷൈനിയെ ചെയ്തത്. തീർത്തും ഹ്യൂമർ പടങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന ധ്യാൻ ശ്രീനിവാസനാണ് ഇതിലെ കിരൺ. ആ സിനിമയിൽ ഹ്യൂമർ ഇല്ല, കുട്ടിച്ചായനൊട്ടും പാവവുമല്ല. ഈ സിനിമയിലേക്ക് വരുമ്പോഴും അപാരമായി പെർഫോം ചെയ്യാനുള്ള പറ്റുന്ന ആളുകൾ അതുവരെ ചെയ്തതിൽ നിന്ന് അതല്ലാതെ എന്ത് ചെയ്യിക്കാം എന്നുള്ള ആലോചനയാണ് എൻ്റെ മനസ്സിലുണ്ടാകാറ്. അവർ ഇപ്പോൾ ദിലീപേട്ടൻ്റെ സ്ട്രോങ് സോൺ എന്താണെന്ന് നമുക്കറിയാം. സുദേവായി ഏത് തരം സംഗതികളാണ് ചെയ്തിരുന്നതെന്ന് അറിയാം. ഗീത ഈ 3 സിനിമകൾ കഴിഞ്ഞിട്ട് നിൽക്കുന്നത്, അവരേത് തരം സിനിമകളാണ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. ഇവരൊക്കെ തന്നെ ഏത് റേഞ്ചിൽ പെർഫോം ചെയ്യുമെന്നും നമുക്കറിയാം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ സ്ട്രോങ് സോൺ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന എനിക്ക് എല്ലാ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സിനിമകളെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ദിലീപേട്ടൻ്റെ പെർഫോമറെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഥാവിശേഷവും പിന്നെയും ഗംഭീര പടങ്ങൾ. അപ്പോൾ സ്ഥിരം ചെയ്തു വരുന്നതിൽ നിന്ന് വേറെന്ത് ചെയ്യാം, ഇവരെല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നു, മറ്റെന്ത് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇവരെ സ്ഥിരം കാണുന്നതിൽ നിന്ന് വേറെ എങ്ങനെ കാണിക്കാം, അങ്ങനെയൊക്കെയുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഉടലിന് മുമ്പ് എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയാണ് തങ്കമണിയുടെ. ഉടൽ ആദ്യം സംഭവിച്ചു. അപ്പൊ എഴുതി പൂർത്തിയാക്കുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ, എൻ്റെ സ്വപ്നത്തിലുള്ള നടൻ ദിലീപേട്ടൻ. പക്ഷെ അന്ന് ഞാൻ ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. എനിക്ക് സിനിമയുമായിട്ട് ഒരു ബന്ധവും ഇല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എനിക്ക് ദിലീപേട്ടനിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറിലേക്ക് എത്താനുള്ള ഒരു വഴികൾ എൻ്റെ മുമ്പിൽ അന്നില്ല. പിന്നീട് ഉടൽ സംഭവിക്കുന്നു. അത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ, നീ മുഖം ചോദിക്കുന്നു. അല്ലല്ല, ദിലീപേട്ടനിലേക്ക് എത്താൻ വഴിയില്ലെന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ എത്താനായിട്ട് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ബസ് റൂട്ട് കിട്ടിട്ടില്ല. ഞാൻ ഏത് റൂട്ട് എടുത്താലും ഈ പറഞ്ഞ ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഉടൽ സംഭവിച്ചു, ദിലീപേട്ടൻ ഉടൽ കാണുന്നു, ദിലീപേട്ടൻ ഉടൽ ഇഷ്ടപ്പെട്ടു. ദുർഗാകൃഷ്ണനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് നമ്പർ വാങ്ങുന്നു, എന്നെ വിളിച്ച് ഉടലിനെ കുറിച്ച് നല്ല അഭിപ്രായം വെച്ച് ഫോൺ വെക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ല എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, എന്തെങ്കിലും ഒരു കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവസരം കറക്റ്റ് ടൈമും ഒരേപോലെ വന്നു കയറുന്നത്. അപ്പോൾ രതീഷ് ചേട്ടാ, അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ ദിലീപേട്ടനെ കൊണ്ട് റബ്ബർ എസ്റ്റേറ്റിലൂടെ ഒരു 200 കിലോമീറ്റർ എങ്ങനെ കഴിഞ്ഞത്? മീറ്ററാണോ? ഓക്കെ, കൂട്ടിപ്പോയതാ. വാർത്തകൾ വരുമ്പോ വ്യത്യാസമാവും, മീറ്റർ കിലോമീറ്റർ ആവും, 10,000 ആവും എന്ന് പറയുന്ന പോലെ. ഇതെങ്ങനെ സാധിച്ചു ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടനെ കൊണ്ട്? അങ്ങനെ അല്ല, അതൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണല്ലോ. അല്ലാതെ ദിലീപേട്ടൻ വരുന്ന ആദ്യ ദിവസം ആദ്യ ഷോട്ടിൽ പുള്ളി 200 മീറ്റർ ഓടിക്കാൻ തയ്യാറായിരിക്കുകയല്ല. ആ സെറ്റിങ്സ് അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അത് ദിലീപേട്ടൻ പറയും എന്താണ് അന്നത്തെ സാഹചര്യം. അത് വല്ലാത്ത സാഹചര്യമായിരുന്നു. നമ്മളൊരു സിനിമയിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ, ദൈവത്തോർത്ത് ആദ്യം തന്നെ 100 കിലോന്റെ ചാക്കെടുത്ത് തരരുത്. നമ്മൾ ഏത് സിനിമയിലേക്ക് ചെല്ലുമ്പോഴും ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന പോലെ തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ആ കഥാപാത്രമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എന്നെ സംബന്ധിച്ച് 1-2 ദിവസം കൊടുക്കും. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് മറ്റേ ഏജ്ഡ് ആ ഒരു
ക്യാരക്ടറിൻ്റെ ആ ഇതിലുള്ളതാണ്, ആ വേഷത്തിലാണ്. ഇയാൾ എങ്ങനെയാണ് നടക്കണേന്നോ ഇയാൾ എങ്ങനെ ഓടണേന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പേ ഈ ഓട്ടത്തിന് സാധനം എടുത്ത് തന്നു കഴിഞ്ഞു. ഒരു പറമ്പിലേക്ക് ഇറക്കി വിട്ടിട്ട് കുറേ ആൾക്കാരെ പുറകെ തന്നിട്ട് ഓടിക്കൊള്ളാനേ പറയണേ. അവർ ഇയാളെങ്ങനെ ഓടണേ, ഇയാളിപ്പോൾ ഇതിന് മുമ്പത്തൊക്കെ പിന്നെ കുറച്ച് നേരം ഞാൻ ചോദിച്ചു ഇയാൾ മുമ്പ് എന്താ ചെയ്യുന്നത്, മുമ്പ് ഇതാണ്, ഇതെന്ത് കഴിഞ്ഞിട്ടാണ് വരണേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാണ് പിന്നെ നമ്മളിത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ടെക്നോളജി മോഡുകൾ മനസ്സിലായില്ലേ, ഒപ്പം തന്നെ ഓടുക. അത് 5-6 പേരുണ്ട്, എല്ലാവരും ഒരേ ടൈമിൽ പെർഫോം ചെയ്യും. ഇവൻ പോയിട്ട് തിരിച്ചു വരിക, ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെടുത്ത് പിന്നെ ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു അറിയാലോ ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോഴും ഒക്കെ പുതിയ പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ ഇപ്പോൾ മോണിറ്റർ പുതിയതായിട്ട് വന്നു, മോണിറ്റർ പെട്ടെന്ന് വരാൻ സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്, അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ എന്താണ് 2-3 ഷോട്ട് വന്നപ്പോൾ നമുക്ക് ഇയാളെ പതുക്കെ പിടികിട്ടാൻ തുടങ്ങി. ഇയാളിങ്ങനെയാണ് അതിൽ 1-2 ഷോട്ട് നമ്മൾ റീടേക്ക് ചെയ്യുകയും ചെയ്തു, അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആദ്യത്തെ സീക്വൻസ് തന്നെ ഓട്ടും സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ്. അത് ഇവിടെ ഭയങ്കര റിയലിസ്റ്റിക് ഫൈറ്റ് എടുക്കണ രാജേന്ദ്രൻ അല്ലേ, രാജശേഖറാണ് അത് എടുത്തത്. അത് 4 വലിയ ഫൈറ്റേഴ്സ് ആണ് ഇതിനകത്ത് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ഏതാ? 4 അത് തന്നെ. അത് പക്ഷെ ഇത് അങ്ങനെ ഒരു അടിപ്പടോ അല്ലെങ്കിൽ മാസപ്പടോ ഒന്നും അല്ല കേട്ടോ. ഇത് ഒരു മനുഷ്യന്റെ സഖി കെട്ടടിക്കേണ്ട സ്ഥലത്ത് അടിക്കുന്ന ഒരവസ്ഥകൾ പോലെ നടക്കുന്ന കാര്യമാണ്. അത് ഇതിൽ ഇമോഷണലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ കഥയും തങ്കമണി എന്ന് പറയുമ്പോൾ തന്നെ വേദന ഉണ്ടാക്കുന്ന കാര്യവും പിന്നെ ഇതിൻ്റെ ബേസിലൊരു ശക്തമായിട്ടൊരു ലവ് സ്റ്റോറി, ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ മെയിൻ മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബകഥയാണ്. കുടുംബത്തിൻ്റെ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. നമുക്കെല്ലാം കുടുംബമുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ആ പെയിൻ പെട്ടെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അതാണ് തങ്കമണിയിൽ ഉണ്ടായ സംഭവത്തിനെ ബേസ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങളെയാണ് ബാധിച്ചത്. ഒരു ചെറിയ വിഷയത്തിൽ നിന്ന് തുടങ്ങിയ വിഷയമാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഇതിൽ സംസാരിച്ചു, ഈ പറക്കുന്നലിയിൽ ഒരു ബസ്സാണ് വിഷയം, തങ്കമണിയിലും ഒരു ബസ്സാണ് വിഷയം. ബസ് അതിൽ കോമഡി ആണെങ്കിൽ ഇത് കുറച്ച് സീരിയസ് വിഷയമാണ്. മറ്റേത് ബസ് റോട്ടിലിറക്കേണ്ട വിഷയം, ഇത് ബസ് റോഡിൽ മുന്നോട്ട് പോയേണ്ട വിഷയം അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വിഷയങ്ങളുടെ രീതികൾ പലതാന്നുള്ളൂ. ലവ് സ്റ്റോറിയുടെ കാര്യം പറയപ്പെടാം. ഇത് ഹൗ യു? അപ്പോൾ സിനിമയുടെ ഒക്കെ ഇപ്പോൾ 4ാമത്തെ ചിത്രമാണ്, അത് ദിലീപേട്ടൻ്റെ കൂടെ. അതും പേരാണ് ഞങ്ങൾ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഞങ്ങൾ കണ്ടിട്ടില്ല, ഉറപ്പാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേട്ടനുമായിട്ട് ഒരു കെമിസ്ട്രി? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല റൊമാൻസ്, ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്താൽ ശരിയാവോ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഒരു 86-ലെ പീരിയഡാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു തലയിൽ. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കോ ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ നമ്മൾക്ക് ഉള്ള വരി ആൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ചെറിയ വാമപ്പ് പീരിയഡ് ആക്ച്വലി ഞാൻ വിചാരിച്ചേക്കാട്ടിലും വളരെ ഷോർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐ കുഡ് ഫോൾ ഇൻ ടു ട്രാക്ക്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എവറിബഡി വാസ് ഈക്വലി ഹെൽപ്ഫുൾ. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഫസ്റ്റ് തന്നെ മലയാളത്തിൽ ഒരു ആക്ഷൻ ലേഡി എന്നൊരു ടൈറ്റിൽ വന്നായിരുന്നു നമ്മുടെ കുങ്ഫു മാസ്റ്റർ ഒക്കെ വന്ന സമയത്ത്. ശരിക്കും ഇതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അടിയാ അതല്ല, ഇതിൽ ചലഞ്ചിങ് ആണ്. ഇത് വളരെ ഡീസന്റ് ആയിട്ട് പാവമായിട്ട് പ്രണയിച്ച് അങ്ങനെ പോകുന്ന പറഞ്ഞ് നല്ലൊരു ഭാര്യ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പാവം, അതാണ് ചലഞ്ചിങ്. അത് ഒരു ഷോട്ടില് ജോൺ വിജയ് സാറിന്റെ കൂടെ ഒരു ഷോട്ടുണ്ട്. അതിനകത്ത് നമുക്കിങ്ങനെ സാർ പറയാ തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, ചെയ്യരുത്. പക്ഷെ അതായിരുന്നു എൻ്റെ ചാലഞ്ച്. എന്ന് വെച്ചാൽ ഐ എം നോട്ട് സെയിങ് ആക്ച്വലി ഇടിക്കും എന്നുള്ളതല്ല, പക്ഷെ ഞാൻ ചെയ്തതെന്ന് ഭയങ്കര പോളാർ ഓപ്പോസിറ്റ് ആയിരുന്നു. വളരെ സട്ടിൽ ക്യാരക്ടറായിരുന്നു, ഡിവോട്ടഡ് വൈഫ്. എങ്ങനെയാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഇച്ചിരി താല്പര്യം, അതോ നമ്മുടെ ആക്ഷൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഇച്ചിരി താല്പര്യം? എല്ലാം പുതിയതാണ് എനിക്ക്. പക്ഷെ ഒരേ സാധനം തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമില്ല. പല ഡിഫറെന്റ് സാധനം ട്രൈ ചെയ്യണം എന്നാണ്. ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഞാനങ്ങനെ ആക്ടിങ്ങിൽ എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പൊ ചെയ്യുന്നിടത്തോളം എത്ര കാലം ഇവിടെ നിൽക്കും വി ഡോണ്ട് നോ. അപ്പൊ
ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആക്ഷൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോണറാണ്. ഞാൻ ഒരുപാട് ആക്ഷൻ മൂവീസ് കാണാറുണ്ട്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് MI സീരീസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അപ്പോൾ ചെയ്യാൻ അത് ആദ്യം തന്നെ അത് കിട്ടിയത് കൊണ്ട് രസമായിരുന്നു. പക്ഷെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ മലയാളത്തിന്റെ ഒരു വിജയശാന്തിനെ വാർത്തെടുക്കാൻ. സുദേവേട്ട, അപ്പോൾ തക്കപ്പടിയാണ് പുതിയ ചേട്ടൻ്റെ വിശേഷം. ഒപ്പം ഒരു കല്യാണം കൂടിയും കഴിച്ചു. ആ 2 വിശേഷം. ഒരു കല്യാണം കൂടി അത് ആദ്യത്തെയാണ്. എന്നോട് പറഞ്ഞെങ്കിൽ ഓക്കെ. കല്യാണം കഴിച്ചു, 2 വിശേഷം. തങ്കമണി, വീട്ടിലത്തെ തങ്കമണി. വീട്ടിലത്തെ തങ്കമണിയെ കുറിച്ച്, വീട്ടിലത്തെ പൊന്നുമണി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നലെ റിസപ്ഷൻ ആയിരുന്നു ബോംബെ. അത് ഇന്ന് രാവിലെയാണ് ആക്ച്വലി തീർന്നത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയിപ്പോൾ കുറച്ചായിട്ട് വർക്ക് മോഡിലേക്കും ഒന്ന് വരാം. കുറച്ച് നല്ലൊരു പേഴ്സണൽ ലൈഫ് ബ്രേക്ക് എടുത്തു. ഇപ്പോൾ ഒരു സ്റ്റേജ് 2 എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അകത്ത്. എന്തോ ഒരു നമ്മുടെ ബാച്ചലറായിരുന്നു ഒരാളായി സ്റ്റേജ് 2 വന്ന പോലെ. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷം. തങ്കമണി പറയുമ്പോൾ രതീഷ് ഭായ് പറഞ്ഞ പോലെ വേറെ ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ രതീഷ് ഭായിൻ്റെ ആക്ച്വൽ ലൈഫിൽ നോക്കിയാൽ എപ്പോഴും കോമഡി പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് സീൻസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഥ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ചിരിപ്പിക്കുകയായിരുന്നു പരിപാടി. അപ്പോൾ ലൈഫിലെ ഓപ്പോസിറ്റാണ്. അയാളുടെ കഥ ആളായിട്ട് ബന്ധമില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇത് ഇയാളാണോ ഈ കഥ എഴുതിയതെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഈ കഥാപാത്രം ഞാൻ ചെയ്യുന്നത് ഒട്ടും അർബൻ ടച്ച് ഇല്ലാത്ത ആദ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും എന്നെ വിഷ്വലൈസ് ചെയ്യുന്ന ഭയങ്കര അർബൻ ആയിട്ടുള്ള സിറ്റി ബോയ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ആരെങ്കിലും എന്നെ ഒന്ന് വേറെ ആയിട്ടൊന്ന് കാണണേ. അത് ഞാൻ ഇതും വിചാരിക്കും അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കല്. പക്ഷെ എന്നാലും ആരെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാവും. അപ്പം അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പോൾ എൻ്റെ ലുക്ക് ഡിസൈൻ ചെയ്യുന്ന പോലെ അവിടെ നിന്ന് തൊട്ട് കോസ്റ്റ്യൂമൊക്കെ എല്ലാം ഡയറക്ടറുടെ ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെയധികം ഹെൽപ്പായി. അത് പറഞ്ഞ പോലെ എൻ്റെ സ്ട്രോങ് സോൺ അല്ല അത്. ഇതുവരെ ചെയ്തിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന്. അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് മാത്രമല്ലാതെ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇത് പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അവസാനം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ഒരു സൂപ്പർ സ്റ്റാറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല, അവർ എല്ലാവരെയും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതും ഒരു ക്വാളിറ്റി പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ദിലീപേട്ട, ഇപ്പം നമ്മുടെ മലയാള സിനിമയിലെ എന്താ പറയുക പഴയ ഒരു കാലഘട്ടം, പഴയ തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സമയം, ആ ഒരു ഫീലിംഗ്. കാരണം ബ്രഹ്മയുഗം വന്ന് തുടങ്ങി, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നല്ല രീതി ഓടി, പ്രേമൽ നല്ല രീതി ഓടിക്കൊണ്ടിരുന്നു. പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതേപോലെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ് തങ്കമണിയും. ഇത് സത്യം പറയാൻ മനസ്സിൽ പേടിയാണോ എക്സ്പെക്ടേഷൻ ആണോ എന്താണ് എക്സൈറ്റ്മെൻ്റ് ആണോ എന്താണ് മനസ്സിൽ? ഇല്ല, ആദ്യം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭയത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് വരെ. എന്നുവെച്ചാൽ ഒരു സിനിമയിൽ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ സിനിമയാണ് നമ്മുടെ ലോകം. അവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷനാണ്. ഇപ്പം നമ്മൾ അഭിനയിച്ചില്ലെങ്കിലും വേറെ ആൾക്കാരെയും വെച്ച് പല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഒരുപാട് പടങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. തിയേറ്റർ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ റൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് സിനിമ വന്നാലും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. ആരുടെ സിനിമ വന്നാലും. അപ്പോൾ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ നമ്മുടെ സിനിമ മാത്രം ഓടുന്ന കാര്യം പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു 2014 തുടങ്ങി എല്ലാവരും സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം എങ്ങനെയുണ്ട് ഓക്കെ എന്ന് പറയാം. കാരണം വെച്ചാൽ ആ തിയേറ്ററിൽ വരുന്ന ആ സംഭവം. പക്ഷേ ഇടയിൽ പല വിഷയങ്ങളും, ഇടയ്ക്ക് കോവിഡ് വന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി മൊത്തത്തിൽ എന്താണ് സംഭവിക്കണതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ദൈവം അനുഗ്രഹിച്ച് മാസത്തിലും 2 മാസം കൂടുമ്പോൾ പോലും സിനിമ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ ആഴ്ചയിൽ ഒരു സിനിമയെങ്കിലും കാണുമെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ നല്ലൊരു ലക്ഷണമാണ്.
ഏത് സിനിമയാണെങ്കിലും അത് സിനിമ നോൺ ഷോ കഴിഞ്ഞ് ആ സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അത്രയും മൗത്ത് പബ്ലിസിറ്റിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഫുൾ തിയേറ്റേഴ്സ് പഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ശരിക്കും 100-150 ദിവസം കൂടിയിരുന്ന സിനിമകളുണ്ടായിരുന്നു. നമ്മൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, നമ്മൾ വലിയ ദൈവാധീനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഡ് റിലീസ് വന്നുകൊണ്ട് അത്രയും ലോങ് റൺ ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും ഒരേ സമയത്ത് സിനിമ കാണുന്നുണ്ട്. മറ്റത് പിന്നെ അടുത്ത ആഴ്ച ആവട്ടെ ഇതാവട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും വന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കളക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എല്ലാവരും സ്വസ്ഥമായിരുന്ന സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വരുന്ന സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ലാംഗ്വേജ് സിനിമകളാണ്, അതർ ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ സിനിമകളാണ്. എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ സിനിമകളാണ്. നമ്മളെല്ലാവരുടെ സിനിമകൾ ഇങ്ങനെ ഓടുന്നത് വലിയ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. അപ്പം അതിൽ അതുപോലെ ഒരു ഭാഗ്യം നമുക്കും കിട്ടട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ദിലീപിന്റെ എന്റർടൈൻമെന്റ് സിനിമകൾ നമ്മൾ കൂടുതൽ ഇതാക്കണം അല്ലേ? അപ്പൊ ഈ സിനിമ ഓടിയാലേ എനിക്ക് അതുപോലത്തെ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർമാർ വരുള്ളൂ. അത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. വേട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇന്നും മലയാളികൾ എന്നും ഓർക്കുന്ന ഒരുപാട് CID മൂസ മുതൽ മീശമാധവനായാലും ശരി എന്നും ഓർക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പം എപ്പോഴും ആളുകൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഇന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കഥാപാത്രം ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ ഒരു കഥാപാത്രം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?